സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹവും പണവും തമ്മിൽ കൂട്ടിക്കെട്ടരുത്. ദൈവത്തിന്റെ വേലയ്ക്കും പണത്തിനും തമ്മിൽ ലിങ്ക് വയ്ക്കുവാൻ പാടില്ല. പണത്തിനു വേണ്ടി സേവ ചെയ്യുക എന്നത്, പേരിനു വേണ്ടി സേവ ചെയ്യുക എന്നത്, പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് സേവ ചെയ്യുന്നത് വചനപ്രകാരമുള്ളത് അല്ല. അന്ത്യകാലത്ത് അങ്ങനെയുള്ളതായ ആളുകൾ പുറപ്പെട്ടു വരുമെന്ന് ആദ്യം തന്നെ ദൈവം പറഞ്ഞു. യെഹെസ്കേലിൽ കൂടി പറഞ്ഞതായി ഈ വചനങ്ങൾ കേൾക്കുക. എന്താണ് പറയുന്നത്? മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും നിങ്ങൾ ഭോഷ്കു കേൾക്കുന്ന എന്റെ ജനത്തോട് ഭോഷ്കു പറയുന്നതിനാൽ മരിക്കരുതാത്ത ദേഹികളെ കൊല്ലേണ്ടതിനും ജീവിച്ചിരിക്കരുതാത്ത ദേഹികളെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും എന്താണ് ചെയ്യുന്നതെന്നാണ്. അതിനുശേഷമുള്ള ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. ഞാൻ ദുഃഖിപ്പിക്കാത്ത നീതിമാന്റെ ഹൃദയത്തെ നിങ്ങൾ വ്യാജം കൊണ്ട് ദുഃഖിപ്പിക്കുകയും തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ജീവരക്ഷ പ്രാപിക്കാതെ വണ്ണം ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് കൊണ്ട്. ആഹാ, ഒരു പാപി തന്റെ പാപത്തെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിക്കാൻ ഇടവരുത്താതെ, ഒരു പാപി തന്റെ ദുഷ്ടപ്രവൃത്തി ഓർത്ത് അനുദപിക്കുവാൻ ഇടവരുത്താതെ അവനെ ധൈര്യപ്പെടുത്തുകയാണെന്നാണ്. ദേവദാസ, ഞാൻ പാപം ചെയ്തു, സാരമില്ല. ഞാൻ വ്യഭിചാരം ചെയ്തു, സാരമില്ല. ഞാൻ മോഷണം ചെയ്യുന്നുണ്ട്, സാരമില്ല മോനെ. ഞാൻ കള്ളം പറയുന്നുണ്ട്, സാരമില്ല മോളെ. എന്റെ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു, സാരമില്ല മോളെ. ഒരു 10,000 രൂപ കൊണ്ടുവന്ന TV പ്രോഗ്രാമിന് കൊടുത്താൽ മതി, നിന്നെയും നിന്റെ ഭർത്താവിനെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനിടയാകും. എന്താണിത്? എന്താണിത്? പാപി തന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കണം. പാപം മൂലമാണ് രോഗം വന്നത്. 99% രോഗത്തിനും കാരണം പാപമാണ്. ചില സന്ദർഭങ്ങളിൽ മാത്രം ദൈവം പരിശോധിക്കുന്നതിനായിട്ട്, ദൈവം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും വിശ്വാസികൾക്കും രോഗവും ദുഃഖവും ഒക്കെ അനുവദിക്കാറുണ്ട്. എന്നാൽ 99% രോഗങ്ങൾക്കും പ്രധാനമായ കാരണം പാപമാണ്. ഒരു രോഗി വന്ന് ദൈവദാസ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ പാപത്തെയോർത്ത് പശ്ചാത്തപിക്കുക, നിന്റെ ഹൃദയത്തെ നേരെയാക്കുക. ദൈവദാസ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, യാതൊരു സ്വസ്ഥതയുമില്ല, ഒരു അല്പം എണ്ണ പ്രാർത്ഥിച്ചു തരണമേ. അപ്പോൾ പറയുന്നു 10,000 രൂപ വയ്ക്കൂ, കർത്താവേ ഇവനെ അനുഗ്രഹിക്കണമേ. ശരി, പൊയ്ക്കോ, കുഴപ്പമില്ല. അതെന്താണ്? എന്താണ് സഹോദരി നിങ്ങൾക്ക് ഉറക്കം വരാത്തത്? ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? അതെ, ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് ഞാൻ ചേരില്ല. അതെന്താണെന്ന് വെച്ചാൽ, അവർ എന്നെ ചീത്ത വിളിക്കുമ്പോൾ ഞാനും അവരെ ചീത്ത വിളിക്കുവാൻ ഇടയാകും. ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് സമാധാനമില്ല, ഉറക്കം വരുന്നില്ല. ചീത്ത വിളിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നത്? വചനം പറയുന്നു, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. നിങ്ങൾ കോപിച്ചാൽ നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും നിങ്ങളത് സൂക്ഷിക്കരുത്. നിന്റെ തലവേദന മാറണമെങ്കിൽ ആദ്യം നിന്റെ മനസ്സ് സ്വസ്ഥമായിട്ട് വെക്കുക. ദഹനക്കേടാണ്, ഗ്യാസ്ട്രിക് പ്രോബ്ലമാണ്, നെഞ്ചിന് വേദനയുണ്ടാകുന്നുണ്ട്. അതെ, എന്താണ്? മനസ്സിന് സമാധാനമില്ല. ഒരുപാട് രോഗങ്ങൾക്കുമുള്ളതായ പ്രധാനമായ കാരണം കോപവും അസൂയയും വിദ്വേഷവും. നല്ല വിശ്വാസിയാണെന്നാണ്, വെള്ള സാരി ഉടുത്തുകൊണ്ട് പോകും, നല്ല പാട്ടൊക്കെ പാടും, ചർച്ചിൽ പോയി ആരാധിക്കും. എന്നാൽ എന്താണ്? അവരുടെ മനസ്സിൽ മാത്രം കോപവും ദേഷ്യവും വെറുപ്പുമൊന്നും ഉപേക്ഷിക്കുകയില്ല. നിന്നെ നിന്ദിച്ച ആളുകളോട് ക്ഷമിക്കണം, അപമാനിച്ച ആളുകളോട് ക്ഷമിക്കണം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്. ഒരു വ്യക്തി തന്റെ മനസ്സിനെ നന്നായിട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. നിന്റെ മനസ്സ് ശരിയാണെങ്കിൽ നിന്റെ ശരീരം ആരോഗ്യത്തോടെ ആയിരിക്കും. നീ സന്തോഷത്തോടെയാണെങ്കിൽ, സന്തോഷമാണ് പകുതി ബലമെന്നാണ് ചിലർ പറയുന്നത്. സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകൾക്ക് രോഗമുണ്ടാകുന്നില്ല, ബിപിയും ഷുഗറും ഒന്നും അവർക്ക് ഉണ്ടാവുകയില്ല. നിരാശയും ആകുലതയും ദുഃഖവും ആകുലതയും. ഈ കാലം നോക്കുക, ലോകത്തിൽ 99% ആളുകളും ദുഃഖത്തിലാണ്, അവർ രോഗത്തിലാകുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അരികിൽ വന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് പറയേണ്ടത്? സുഖമായിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ വെറുതെ പറഞ്ഞേക്കാം. എന്നാൽ
ഒന്നുകൂടി ചോദിച്ചാൽ ചോദിക്കും, എന്ത് സുഖമാണ്. കുഞ്ഞുങ്ങളെ ഓർത്ത് വളരെ സങ്കടമാണ്. എൻ്റെ ഭർത്താവ് ശരിയല്ല, എൻ്റെ ഭാര്യ അനുസരണമില്ലാത്തവളാ, കുടുംബത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, പണം ഒന്നിനും തികയുന്നില്ല, കടം തീർക്കാൻ കഴിയുന്നില്ല, ഉറക്കം വരുന്നില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. ശരിയല്ലേ ഇത്? ശരിയാണ്. ഇന്നുള്ള മനുഷ്യൻ പാപത്താൽ നിറഞ്ഞിട്ട് മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മരുന്നുകളും പലതരത്തിലുള്ളതായ ഗുളികകളും അതും ഇതും എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഈ കാലത്താണ് ദുരുപദേശകന്മാർ ഇറങ്ങിയിരിക്കുന്നത്. എന്താണ്? നിന്റെ രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി, ഈ കർച്ചീഫ് വാങ്ങിച്ചുകൊണ്ട് പോകൂ. നമ്മുടെ രാജ്യത്തുള്ളതുപോലെ അന്ധവിശ്വാസങ്ങൾ ലോകത്തിൽ എവിടെയും തന്നെ ഇല്ല. എന്താണ്? ഞാൻ പറഞ്ഞുവല്ലോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ട്. എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എത്രയോ ആളുകൾക്ക് വേണ്ടി ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയതാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയം ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാതെ, ഹൃദയത്തിലുള്ള പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാതെ അവന്റെ രോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ സമയം അത് മാറി നിന്നേക്കാം. എന്നാൽ വീണ്ടും പഴയ പോലാകും. ഓരോ ആഴ്ചകളിലും ദേവദാസന്മാർ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാം. എന്നാൽ അവർക്ക് ഒരു മാറ്റവുമില്ല. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഇന്നുള്ള ക്രിസ്തീയ ഭക്തി വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് വീണുപോയിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്? തലമുറകളായിട്ട് ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, ബൈബിൾ നല്ലവണ്ണം അറിയാമെന്ന് പറയുന്നു. എന്നാൽ ജീവിതത്തിൽ മാറ്റമില്ല, പ്രവർത്തികളിൽ മാറ്റമില്ല. കളവും കൈക്കൂലിയും പലിശയ്ക്ക് കൊടുപ്പും പിണക്കവും അസൂയയും കലഹവും മത്സരവും ഭിന്നതയും നോക്കുക, ബൈബിളിൽ അതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി തൻ്റെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്നു. അവൻ്റെ സംസാരവും പെരുമാറ്റവും ഇടപാടുകളും അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ പൂർണ്ണമായിട്ടും മാറാനിടയാകുന്നു. ദൈവം പറയുന്നു, നിങ്ങൾ നീതിമാന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു, ദുഷ്ടനെ നിങ്ങൾ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ജാഗ്രത എന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന ഉപദേശകരെ ദൈവം ശാസിച്ചു. ഈ കാലത്തും അവൻ ശാസിക്കുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് വേണമോ? നിങ്ങളെ ശാസിക്കുന്നവരെ നിങ്ങൾക്ക് വേണമോ? അന്ത്യകാലത്ത് അനേകരും സത്യമായ വചനം കേൾക്കുവാൻ ഇഷ്ടപ്പെടുകയില്ലെന്നാണ്. തങ്ങളുടെ സ്വന്തം ദുരാലോചന നിമിത്തമായിട്ട് സാങ്കല്പിക കഥകൾ കേൾക്കുന്ന ചെവിയുള്ളവരായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ദേവദാസന്മാർ എന്തു ചെയ്യുമെന്നറിയാമോ? അങ്ങനെയുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കർണസുഖം പകരുന്നതായ സന്ദേശങ്ങളാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വചനം ഉള്ളതുപോലെ പ്രസംഗിക്കുന്നില്ല. മനുഷ്യന് കഷ്ടത തോന്നിയാലും വേദന തോന്നിയാലും ഉള്ളതുപോലെ പറയുമ്പോൾ പൊങ്ങച്ചങ്ങൾക്കും പുകഴ്ത്തലുകൾക്കും ഇടം കൊടുക്കാതെ നാം ശ്രേഷ്ഠരായ ദൈവദാസന്മാരാകും. പുകഴ്ത്തുന്ന ആളുകളാണെങ്കിൽ ശൂന്യമായ സ്പൂണ് കൊണ്ട് കഴിപ്പിക്കുന്നവരാണെന്നാണ്. ബ്രദർ, നല്ലതായിട്ട് നിങ്ങൾ പാടുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ഒരു വിശ്വാസി നമ്മുടെ സഭയിൽ ആരും തന്നെയില്ല. വരൂ ബ്രദർ, അങ്ങയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കട്ടെ. വരൂ ബ്രദർ, നിങ്ങളില്ലെങ്കിൽ നമ്മുടെ സഭ പോലും ഇല്ല. സഹോദരി വരൂ, നിങ്ങളുടെ പ്രാർത്ഥന എത്ര മനോഹരമാണ്. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുമെങ്കിൽ ഇവിടെ നല്ലോണം ആരാധിക്കുന്നുണ്ട്. സഹോദരി, നിങ്ങളെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ നമ്മുടെ സഭയിൽ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ എത്ര സുഖമാണല്ലേ. സഹോദരി, മീൻകറി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും പിന്നെ മീൻകറിയുടെ ബഹളമായിരിക്കും വീട്ടിലല്ലേ. സഹോദരി, നിന്റെ പ്രവൃത്തി ശരിയല്ല. നീ ആലയത്തിൽ വന്നിട്ട് വലിയ വിശ്വാസിയെ പോലെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നീ വീട്ടിൽ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്കെന്താണ്? നിങ്ങളെന്തിനാണ് തിരക്കുന്നത്? വ്യക്തിപരമായ കാര്യങ്ങൾ എന്താണ്? ഈ കാലത്ത് അനേകം ആളുകളും പേഴ്സണൽ മാറ്റർ. എന്തൊരു പേഴ്സണൽ മാറ്റേഴ്സാണ്? ഒരു ക്രിസ്ത്യാനിക്ക് രഹസ്യ ജീവിതം ഇല്ല. വീട്ടിലൊരു രീതിയിൽ, ചർച്ചിലൊരു രീതിയിൽ, റോഡിലൊരു രീതിയിൽ അല്ല. ഞാൻ എവിടെ പോയാലും ദൈവത്തിൻ്റെ മകനാണ്
എവിടെയായാലും ഞാൻ അവൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം. ഞാൻ എവിടെയാണാലും ഒന്നുകിൽ അവൻ്റെ നാമത്തിന് ലജ്ജ കൊണ്ടുവരും, അല്ലെങ്കിൽ മാനം കൊണ്ടുവരും എൻ്റെ പ്രവൃത്തി അനുസരിച്ച്. നിനക്ക് സ്വന്തക്കാരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്നില്ല, പിന്നെ നീ എങ്ങനെയാണ് ശത്രുക്കളോട് ക്ഷമിക്കുന്നത്? നിന്റെ ശത്രുവിനോട് ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രു നിന്റെ ഭവനത്തിൽ വന്നാൽ അവന് ഭക്ഷണം കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വചനം നിന്റെ ജീവിതത്തിൽ നിനക്കറിയാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മറ്റൊരാളോട് ദേഷ്യവും കോപവും ഉണ്ടാകുന്നത്? നമ്മെ ചീത്ത വിളിച്ചത് കൊണ്ട് മാത്രം, നമ്മെ പരിഹസിച്ചത് കൊണ്ട് മാത്രം, നമ്മെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രം നമ്മുടെ യഥാർത്ഥ സ്വഭാവം മാറിപ്പോകുമോ? മനുഷ്യന്റെ ദൃഷ്ടിയിൽ നീ നിന്ദിക്കപ്പെടുന്നതായ സമയത്തും നിന്നെ മഹത്വപ്പെടുത്തുന്ന കർത്താവുണ്ട്. കർത്താവ് ഉണ്ടെന്ന് നീ അറിയുകയാണെങ്കിൽ നീ വേദനിക്കേണ്ടതായ കാര്യമില്ല. ഈ കാലത്ത് ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട് ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായിട്ട് മുഖം നോക്കാത്തവർ, യേശുക്രിസ്തു മുഖം നോക്കാതെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എന്താണ് പക്ഷപാതം കാണിക്കാത്തവൻ? അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മകനായ ഞാനും അങ്ങനെ തന്നെ ആയിരിക്കണം. അവനിലുള്ള സത്യസന്ധത എന്നിലും കാണണം. നമ്മുടെ രാജ്യത്തിലെ എല്ലാ വലിയ വലിയ നേതാക്കന്മാർക്കും യേശുവിനെ ഇഷ്ടമാണ്. ഒരാൾ പറഞ്ഞു, എനിക്ക് യേശുവിനെ ഒരുപാട് ഇഷ്ടമാണ്, എന്നാൽ ക്രിസ്ത്യാനികളെ മാത്രം ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. യേശുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്, എന്നാൽ ക്രിസ്ത്യാനിയെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനികൾ ഇപ്പോൾ യേശുക്രിസ്തുവിനെ പോലെ അല്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അതൊരു മതമല്ല, ഒരു കുലമല്ല. ആ പേര് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അന്ത്യോക്യയിലുണ്ടായിരുന്നതായ വിശ്വാസികൾ യേശുവിനെ പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ഇവർ ക്രിസ്തുവിനെ പോലെ ഉള്ളവരാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അവൻ്റെ പാതകളിൽ കൂടി നാം നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കാനിടയായി. അവൻ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിൽ വന്ന് അവൻ്റെ മാർഗം നമുക്ക് വേണ്ടി ഇവിടെ വിട്ടിട്ട് പോയിരിക്കുകയാണ്. ഈ ദിവസം ആരാണെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ യേശുവിനെ പോലെ ആയിരിക്കണം. അവനെതിരെ കോപിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനെ നിന്ദിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവനെ ഉപദ്രവിച്ചപ്പോൾ എന്താണ് ചെയ്തത്? ലോകത്തിന്റെ മഹത്വം പിശാച് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ എന്തു ചെയ്തു? അവൻ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ജീവിച്ചു എന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുന്നുണ്ട്. നാം അത് വ്യക്തമായിട്ട് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അതുതന്നെ ചെയ്യുവാൻ കഴിയും. നാം നോക്കിയാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഷ്ടതയുണ്ടാകും, നിന്ദകളുണ്ടാകും, അപമാനമുണ്ടാകും, ഒറ്റപ്പെടലുണ്ടാകും, ശോധനകൾ വരും. ആ ശോധനകളിൽ നീ ജയിക്കുന്നുണ്ടോ അതോ വീഴുകയാണോ? യേശുക്രിസ്തു ജയിക്കുവാനിടയായി. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ച് ജഡത്തിൽ വസിക്കുവാൻ ഇടയായി. എല്ലാ വിഷയത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു. അവന് വിശപ്പുണ്ടായി, അവന്റെ ശരീരം വിയർത്തു, അവൻ ക്ഷീണിക്കുവാനിടയായി, അവൻ ഒറ്റപ്പെടൽ അനുഭവിച്ചു, അവൻ നിന്ദകൾ അനുഭവിച്ചു, അപമാനങ്ങൾ സഹിച്ചു, ശരീരത്തിന്റെ വേദനകൾ സഹിച്ചു. എന്നാൽ പാപമില്ലാത്തവനായി ജീവിച്ചു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ മധ്യയിൽ എത്ര പേരുണ്ട് പരസ്പരം ക്ഷമിക്കുന്ന ആളുകൾ? എത്ര പേർക്ക് പരസ്പരം ക്ഷമയോടെ ആയിരിക്കാൻ കഴിയും? ഈ കാലത്ത് എത്ര പേർക്ക് ഐക്യതയോടെ ആയിരിക്കുവാൻ കഴിയും? എത്ര കുടുംബങ്ങളിൽ ഐക്യതയുണ്ട്? എത്ര ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഐക്യതയും സ്നേഹവുമുണ്ട്? എത്ര മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കി ദൈവത്തിന്റെ കൃപയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്? എത്രയോ മക്കൾ തന്റെ മാതാപിതാക്കളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവനെപ്പോലെ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം ശരിയല്ല എങ്കിൽ ആ വ്യക്തിയുടെ കുടുംബം ശരിയല്ലായിരിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതം ശരിയല്ല എങ്കിൽ ആ വ്യക്തി ആ കുടുംബത്തിന് ശാപമായി മാറുന്നു. ദയവേച്ചത് തലകളെ വണക്കുക, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ മധ്യയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ അത്ഭുത കാര്യം നടക്കാൻ പോകുന്നു. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്ന സമയം. പ്രാർത്ഥന. യേശുവേ, നീ എനിക്ക് വേണമപ്പാ. എനിക്ക് വേണ്ടി ഒരു ദൈവദാസനും പ്രാണനെ തന്നിട്ടില്ലപ്പാ. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല കർത്താവേ. എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നരകയാതന അനുഭവിച്ചവൻ നീ മാത്രമാണല്ലോ കർത്താവേ. നിന്റെ അടിപ്പിണരുകളാൽ തന്നെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവേ. എനിക്ക് വിടുതൽ നൽകണമേ കർത്താവേ. നിന്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. നിന്റെ മക്കളുടെ ആവശ്യം എന്താണ്? നിന്റെ മക്കളുടെ ഭാരങ്ങൾ എന്താണ്? ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ നന്നായിട്ട് അറിയുന്നതായ ഞങ്ങളുടെ കർത്താവേ, ഈ സമയത്ത് നിന്റെ രക്തത്തെ പകർന്നുകൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പാ. ഈ ദിവസം മുതൽ ഞാനും യേശുവിന്റെ പൈതലായിട്ട് ജീവിക്കും, അവന്റെ സാക്ഷിയായിട്ട് ജീവിക്കും, അവന്റെ നാമത്തെ എന്റെ ജീവിതത്തിൽ കൂടി ഞാൻ മഹത്വപ്പെടുത്തും എന്ന തീരുമാനത്തോടു കൂടി ഇവിടെ നിന്ന് കടന്നുപോകാൻ സഹായിക്കണമേ കർത്താവേ.
ഈ സത്യമായ ഈ വചനം അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ. നീയാണ് ഞങ്ങളുടെ ആശ്രയം, നീയാണ് ഞങ്ങളുടെ സങ്കേതം, നീയാണ് ഞങ്ങളുടെ ബലം, നീയാണ് ഞങ്ങളുടെ കോട്ട. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടായാൽ മതി എന്ന തീരുമാനത്തോടെ കൂടി ഇവിടെ നിന്ന് കടന്നു പോകാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ